എനിക്കെപ്പോഴും ഒറ്റയ്ക്ക് അമ്പലത്തിൽ പോകാനാണ് ഇഷ്ടം. കാരണം അതാകുമ്പോൾ ഭഗവാനോടോ ഭഗവതിയോടോ നമുക്ക് നമ്മുടെ എല്ലാ വിഷമങ്ങളും സന്തോഷവും സങ്കടവും ഒക്കെ തുറന്ന് സംസാരിക്കാൻ പറ്റും. തിരുവനന്തപുരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ശക്തി ക്ഷേത്രമായിട്ടുള്ള കരിക്കം ശ്രീ ചാമുണ്ഡി ക്ഷേത്രത്തിലാണ് ഞാൻ ഇന്ന് പോകുന്നത്. നഗരത്തിനോട് ചേർന്ന് കിടക്കുന്ന മുഖ്യപ്രതിഷ്ഠയായിട്ടുള്ള ആദിപരാശക്തിയുടെ കാളീഭാവമായിട്ടുള്ള ചാമുണ്ഡി അഥവാ ചാമുണ്ടേശ്വരി ആണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ ഒരേ ഭഗവതി സങ്കല്പം ഇവിടെ 3 ഭാവത്തിൽ ആരാധിക്കപ്പെടുന്നു എന്നാണ് ഞാൻ കേട്ടറിഞ്ഞിട്ടുള്ളത്. അമ്പലത്തിനകത്ത് കയറി വലത് ഭാഗത്ത് തന്നെ നമുക്ക് വഴിപാട് കൗണ്ടർ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വേണ്ട വഴിപാട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ക്ഷേത്രത്തിലേക്ക് കയറി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചിറങ്ങുന്നതാണ്. കാരണം അകത്തേക്ക് ഞാൻ ഒരു തരത്തിലും ക്യാമറ കൊണ്ടുപോയിട്ടില്ല. കാരണം ദൈവത്തിനോട് പ്രാർത്ഥിക്കാനാണ് പോകുന്നത്. മഹാഗണപതിയും ധർമ്മശാസ്താവും ഭുവനേശ്വരിയും മഹാദേവൻ അതായത് ആയിരവല്ലീശ്വരൻ എന്നറിയപ്പെടും അദ്ദേഹവും നാഗരാജാവും ഗുരുവും മന്ത്രമൂർത്തിയൊക്കെയാണ് ഇവിടെ ഉപദേവതകളായിട്ട് ഉള്ളത്. പുറത്തിറങ്ങി, പക്ഷെ ഞാൻ കാവിലേക്ക് പോയില്ല. അമ്പലത്തിൻ്റെ വലത് ഭാഗത്തുണ്ടായിരുന്ന കൗണ്ടറിൽ നിന്ന് ബാഗും ചെരുപ്പും എടുത്തിട്ട് നേരെ തിരിച്ച് നടന്നു. ഓട്ടോ ബുക്ക് ചെയ്തിരുന്നു, പക്ഷേ ഇങ്ങോട്ടേക്ക് ഓട്ടോ ഒന്നും കിട്ടുന്നില്ല. അപ്പം ഞാൻ കരുതി കുറച്ച് നേരം കൂടെ അങ്ങോട്ട് നടക്കാമെന്ന്. അവിടുന്ന് നേരെ പോയത് അച്ചൂസിലോട്ടാണ്. കാരണം 3 ദിവസം മുന്നേ ഞാൻ ബോട്ടോക്സ് ചെയ്തിരുന്നു. അതിൻ്റെ ഹെയർ വാഷ് ചെയ്യാനായിട്ടാണ് പോയത്. 10:30 എത്തുമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരത്തെ പോയി. പുള്ളിക്കാരി വേറൊരു കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം പുറത്തിരുന്നു. ഒരു പൈനാപ്പിൾ ജ്യൂസ് ഓർഡർ ചെയ്ത് രാവിലെ ഒന്നും കഴിക്കാതെ പോയതുകൊണ്ട് അവിടെ നിന്ന് കുടിച്ചു. ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് മാത്രം ചെയ്തുകൊണ്ടിരുന്ന അച്ചൂസിൻ്റെ നവീകരിച്ച ഒരു രൂപമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 2 ഓർണമെൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്, അതും ഫെയർ ആയിട്ടുള്ള പ്രൈസിൽ. വെള്ളം, കാലാവസ്ഥ, തിരക്ക് ഇതൊക്കെ കാരണം ഒരുപാട് ഡാമേജ് ആയ എൻ്റെ ഹെയർ ഇത്ര ഭംഗിയിൽ ചെയ്ത് തന്നിരിക്കുന്നതാണ് ചേച്ചി. ഇത് 3 ദിവസത്തിന് മുന്നേ ഞാനിവിടെ വന്ന സമയത്ത് എനിക്ക് ചെയ്തു തന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ വീഡിയോ ആണ്. ഓൾറെഡി ഡാമേജ് ആയ ഹെയറിൽ സ്മൂത്തനിങ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ എൻ്റെ മുടിയുടെ കണ്ടീഷൻ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള സൊല്യൂഷൻസ് അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി. ആച്ചൂസിൽ നിന്ന് കിട്ടിയിട്ടുള്ള സർവീസ് വളരെ നല്ലതും അതുപോലെ എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഞാനിത് 1ഉം 2ഉം വട്ടം അല്ല വന്നുകൊണ്ടിരിക്കുന്നത്, ഒരുപാട് വട്ടം ഞാൻ ഇവിടെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് അത്രയും നല്ല സർവീസാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇമ്പീരിയൽ കിച്ചണിൽ നിന്ന് കിംസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി ഒരുവാതിൽക്കോട്ട ബസ് സ്റ്റോപ്പിന് തൊട്ട് മുന്നേ ആയിട്ടാണ് നമ്മുടെ ആച്ചൂസ് സ്റ്റുഡിയോ വരുന്നത്. അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ ഷോട്ടോ ഒന്നും കിട്ടില്ല. ഞാനവിടെ നടന്ന് ഇതുവരെ വന്നതിൻ്റെ ഡൾനെസ് എല്ലാം മുഖത്തുണ്ട്, പൊടിയും അഴുക്കും ഒക്കെ. അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 11:30 മണി ആയിട്ടുള്ളൂ. എങ്കിലും ഒടുക്കത്തെ വെയിലോട് വെയിൽ, ചുട്ടു പൊരുളുന്ന വെയിലത്ത് പൈസയൊന്നും നോക്കിയില്ല, ഒരു ഊബർ അങ്ങ് ബുക്ക് ചെയ്തു. ഒടുക്കത്തെ വെയിലിൻ്റെ കാഠിന്യത്തിലുണ്ടായ വാർപ്പിൽ എൻ്റെ കൺമഷി വരെ സ്പ്രെഡായിപ്പോയി. അത്രയ്ക്ക് ഡള്ള് ഇറങ്ങിയ സമയത്ത് ഇങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ.